പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മൾ പുറപ്പാട് പുസ്തകം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ശ്രമിക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 19 മുതൽ 32 വരെയുള്ള തിരുവചനമാണ്. എന്തെല്ലാം പറഞ്ഞാലും പറവ ഓക്കെ എന്ന് പറയും. അവസാനം അവൻ്റെ ഹൃദയം കഠിനമാവും. അവനത് നിഷേധിച്ച് കളയും. കർത്താവിൻ്റെ വാക്ക് അവൻ തള്ളിക്കളഞ്ഞ് അവൻ്റെ ഹൃദയം കല്ല് പോലെയുള്ള ഹൃദയമായിട്ട് അവൻ പോവുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമായ കർത്താവ് എന്തുമാത്രം ജനങ്ങളെ, ഇസ്രായേലിൻ്റെ മക്കളെ അവൻ തടവിലാക്കിയിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാനായി എന്തെല്ലാമാണ് യേശുനാഥൻ നമ്മൾ കണ്ടില്ലേ. 1-ാം അധ്യായം 2-ാം അധ്യായം ഇന്ന് 8 മുഴുവനും അവൻ യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും കണ്ടിട്ടും പറവോടെ ഹൃദയം മാറുന്നില്ല, മനസ്സ് മാറുന്നില്ല. അവൻ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്നൊക്കെ പറയും. അവസാനം അവനത് ചെയ്യാണ്ട് നിഷേധിച്ച് അവരിൽ നിന്നും, മോശയിൽ നിന്നും, അഹരോനിൽ നിന്നും പുറത്തു പോവുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 19-ാം വാക്യം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ മന്ത്രവാദികളും പറവയോട് പറഞ്ഞു, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു. മന്ത്രവാദികൾ പറവയോട് പറയണം, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ പറവയുടെ ഹൃദയം കഠിനമായി നിലകൊണ്ട് അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. ഈച്ചയെ അഴിക്കുന്നുണ്ട്, തേൻ അഴിക്കുന്നുണ്ട്, തവളകൾ അഴിക്കുന്നുണ്ട്, പാമ്പുകൾ അഴിക്കുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനത്തെ, കർത്താവിനെ മരുഭൂമിയിൽ ആരാധിക്കാൻ പറവയോട് വിട്ടുതരാൻ പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് കേട്ടാലും അവസാനം അവരുടെ വാക്ക് അവൻ ശ്രദ്ധിക്കില്ല, വിട്ടുകളയും. അവൻ ഉണ്ടാതാണ്ട് ഇറങ്ങിപ്പോയാണ്. എന്താണെന്ന് നോക്കില്ല. ഒരു മനുഷ്യൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം പറവയുടെ. 20-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് പറവ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തു നിന്ന് അവനോട് പറയണം. വീണ്ടും കർത്താവ് മോശയോട് അഹരോനോടും അരുളി ചെയ്യണം, നിങ്ങൾ പോയി അവൻ നദിയിലേക്ക് വരും. കുളിക്കാനായിരിക്കും വന്നത്. വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തു നിന്ന് അവനോട് പറയണം. എൻ്റെ ജനത്തെ വിട്ടയക്കാനാണ് പറയണത്. കർത്താവിനെ ബലിയർപ്പിക്കുവാൻ നീ പിടിച്ചെഴുതിക്കുന്ന ജനത്തെ വിട്ടുതരിക. അവൻ വിടൂല. കഠിന ഹൃദയമായിട്ട് അവൻ നിൽക്കുകയാണ്, വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 21-ാം വാക്യം. എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും. അടുത്ത പരിപാടി കർത്താവ് ചെയ്യാൻ പോണത്. എന്തെല്ലാം വിട്ടു അല്ലേ? ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ യേശു ചെയ്യാൻ പോണത് ഈച്ചകൾ വിടാൻ വേണ്ടിയാണ് ഈജിപ്തിലേക്ക്, പറവയുടെ കൊട്ടാരത്തിലേക്കും അവൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്കും. എന്നാൽ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന ജനത്തിൻ്റെ അടുത്തേക്ക് ഈച്ച വരില്ല. അവിടെയും വലിയ അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഈച്ചകളെ അയക്കും. അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകൾ കൊണ്ട് നിറയും. കർത്താവ് പറയുന്നു, ഈച്ചകൾ കൊണ്ടങ്ങ് നിറയും. അല്ലെങ്കിൽ ഈച്ച നമ്മുടെ
മേത്തൊക്കെ വന്നിരുന്ന വളരെ അധികം അലർജി പോലെയാണ് അല്ലേ. അതേസമയം അങ്ങോട്ട് ഈച്ച പൊതിയാൻ തുടങ്ങിയാലോ, തേനീച്ച പോലെ പാത്രത്തിലും ഭക്ഷണങ്ങളിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഹല്ലേലൂയ. അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ച കൂട്ടങ്ങൾ പൊതിയും. ഈച്ച കൂട്ടങ്ങൾ എനിക്ക് ഈച്ച കൊണ്ട് അവിടെ പൊതിയാൻ വേണം. ഇവന് ഓരോ ഇതും വിട്ട് 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 ഇവനെ ശല്യം ചെയ്തിട്ട് ഇവൻ്റെ ഹൃദയം കഠിനമാകുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും പറവയുടെ ഹൃദയം അലിയുന്നില്ല. ഒരു മാനസാന്തരം വിട്ടുകൊടുക്കുന്നില്ല. അവനെ കഠിനപ്പെടുത്തപ്പെടുക. ഞാൻ വിടൂലെന്ന് പറഞ്ഞിട്ട് അവൻ ഇസ്രായേൽ മക്കളെ പിടിച്ചു വെച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയാണ്, നിന്റെ രാജ്യം, നിന്റെ ഈ സ്ഥലം പോലും ഈച്ച കൂട്ടങ്ങളെ കൊണ്ട് ഞാൻ പൊതിയും, വിട്ടൂല നിന്. 22-ാം വാക്യം. എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന പ്രദേശത്ത് ഞാൻ ഒഴിച്ചു നിർത്തും. എൻ്റെ ജനം, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ ബലിയർപ്പിക്കുന്ന വ്യക്തികളെ ഈച്ചയിൽ നിന്നും പ്രത്യേകമായി മാറ്റി നിർത്തും. കർത്താവിൻ്റെ വാക്കാണ് അതെനിക്ക്. അപ്പോൾ പറവയ്ക്ക് മനസ്സിലാകുന്നില്ല കർത്താവ് ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളൊരു മനസ്സാന്തരം ഈ പറവയ്ക്ക് കിട്ടുന്നില്ല. കർത്താവ് പറയുന്നത്, ഞാൻ ഒഴിച്ചു നിർത്തും, അവിടെ ഈച്ചകൾ ഉണ്ടാവുകയില്ല. അവരുടെ വീടുകളിൽ ഈച്ചകൾ ഉണ്ടാവുകയില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇതെല്ലാം. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് ബലിയർപ്പിക്കുന്നുണ്ട്, ജമാല ചൊല്ലുന്നുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കർത്താവ് അങ്ങോട്ട് ആ ഭവനത്തിലേക്ക് തിരിഞ്ഞ്, നിങ്ങൾ എത്ര ബലിയർപ്പിച്ച് കുർബാന ചെയ്താലും തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പറയണം, അതിനെ വിഭിഷ്കരിക്കണം, അത് വിട്ടുപോകണം. അപ്പോഴാണ് കർത്താവിൻ്റെ കരമന. ഇല്ലെങ്കിൽ രോഗങ്ങൾ, ഇതൊക്കെ ഒരു പൈശാചികതയാണ്. രോഗം, കടം, വെറുപ്പ്, ദേഷ്യം, തെറി, മദ്യം, ബ്ലൂ ഫിലിം, ചീത്ത സിനിമ, സീരിയല്, ന്യൂസുകൾ, വെട്ടും കൊലയും, ഇതൊക്കെ പൈശാചികതകളാണ്. കണ്ട് കണ്ട് നമ്മുടെ ശരീരം തന്നെ രോഗത്തിന് അടിമയായിട്ട് മാറും. ഹല്ലേലൂയ. ഇവിടെ രോഗങ്ങൾ കൊടുക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്യണത്? യേശുനാഥൻ ദൈവമായ കർത്താവ് തവളകളെ വിടുന്നു, ഈച്ചകളെ വിടുന്നു, തേൻ വിടുന്നു, എന്തെല്ലാം വെള്ളം രക്തമാക്കി മാറ്റുന്നു, പാമ്പുകളെ വിടുന്നു, നദിയിലെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങുന്നു, ദുർഗന്ധം, തവള ചീഞ്ഞു നാറുന്നു. ഇതെല്ലാം ഈ ഈജിപ്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. കാരണം ഇസ്രായേൽ മക്കളെ പറവ പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ്. അവരെ കണ്ണീര് ദൈവമായ കർത്താവ് കാണുന്നു. കർത്താവിൻ്റെ കണ്ണീരിന് വില കൊടുക്കുന്നു. ആരെല്ലാം കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിലയുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. അവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവെന്ന് നീ ഗ്രഹിക്കും. ഇതെല്ലാം കാണുമ്പോൾ നീ വിഷമിക്കും. അല്ലേ? ഇതിനെ അടിച്ചോടിക്കാനോ കൊല്ലാനോ ഒന്നും പറവയ്ക്കോ പറവയുടെ മന്ത്രവാദികൾക്കോ ജനത്തിനോ ഒന്നും കഴിയില്ല. കാരണം ദൈവമായ കർത്താവാണ് കിട്ടുന്നത്. ദൈവമായ കർത്താവിൻ്റെ ഭൂമിയാണ് ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ. അവിടെ എന്തും ചെയ്യാൻ കർത്താവിന് അധികാരമുണ്ട്. അത് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാനാണ് കർത്താവെന്ന് നീ ഗ്രഹിക്കും. 23-ാം വാക്യം. എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്നും ഞാൻ വേർതിരിക്കും. കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്നും ഞാൻ വേർതിരിക്കും. ഈജിപ്തുകാരെയും കർത്താവിനെ ആരാധിക്കുന്നവരെയുമായിട്ട് വേർതിരിച്ചിട്ട് അവരുടെ ഭവനങ്ങൾ സുരക്ഷിതമായിരിക്കും. അവരുടെ വീടുകളിൽ
പാത്രങ്ങളിൽ ഒന്നും ഈച്ച പുതുകയില്ല. കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും. യേശുനാഥൻ പറയുന്നു, ഈ അടയാളങ്ങളെല്ലാം നാളെ തന്നെ കാണപ്പെടും. കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ഈച്ചകളെ വിട്ട് പെരുകി. ഈച്ചക്കൂട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു ഈച്ച നമ്മുടെ കവളിൽ വന്നിരുന്നാൽ നമുക്ക് എത്ര അസ്വസ്ഥമാവും അല്ലേ? അപ്പോൾ കൂട്ടമായിട്ട് നമ്മുടെ മുഖത്തൊക്കെ വന്ന് അങ്ങോട്ട് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല, ഈജിപ്ത് രാജ്യം മുഴുവനും ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു. ഇത് എഴുതി വച്ചേക്കാണ് 8-ാം അധ്യായം 24-ാം വാക്യം. ഈച്ച കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഈജിപ്റ്റ് ദേശം മുഴുവനാണ് നിറച്ച്. യേശുവിന് ഇവരെ വിടാഞ്ഞിട്ട് ഉള്ള വിഷമവും ദേഷ്യവും അരിശയും എല്ലാം കൊണ്ട് ഈച്ചനെ കൊണ്ട് ഈച്ച പെരുകില്ല. ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി. എന്താ നോക്കിയേ, ഈച്ചകൾ കൊണ്ട് നാട് നശിച്ചു. കട തുറന്നു വയ്ക്കാൻ പറ്റുമോ? ഈച്ച കൂട്ടമായിട്ട് വന്നിരിക്കും. എന്തോരം അടിച്ചു ഓടിക്കുക, അങ്ങോട്ടേ അടിച്ചു ഓടിക്കുക. അത് പിന്നെയും വന്ന് കയറിക്കൊണ്ടിരിക്കും. കടയൊക്കെ തുറന്നു വയ്ക്കാനേ പറ്റില്ല. ഈച്ചകൾ പൊതിയുന്നു. ഒരു വല്ലാത്ത സീനാണ് അല്ലേ, കണ്ടു നിൽക്കാൻ പറ്റില്ല. 25-ാം അധ്യായം. അപ്പോൾ ഫറവ മോശയെയും അഹരോനെയും വിളിച്ചു പറഞ്ഞു. മോശേനെയും വിളിച്ചു, അഹരോനെയും വിളിച്ചു. ഈ ഈച്ച കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവനും പുറത്തിറങ്ങാൻ പറ്റണില്ല. വിളിച്ചു പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിച്ചു കൊള്ളുവിൻ. ഇപ്പോൾ നേർവഴിക്ക് വന്നു. പക്ഷെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഫറവ ഒരു കർത്താവിൻ്റെ എത്ര വലിയ അത്ഭുതങ്ങളും അടയാളവും കണ്ടാലും അവൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവസാന നിമിഷം അവൻ കാൽ മാറും. അവൻ എന്താ ഇപ്പൊ പറയണെന്ന് നോക്കിയേ. അപ്പോൾ ഫറവ മോശയെയും അഹരോനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ ദൈവത്തിന് ബലിയർപ്പിച്ചു കൊള്ളുവിൻ. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കർത്താവ് മോശയോട് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ എങ്ങനെ ചെയ്യണം? കാരണം ഈജിപ്തുകാർക്ക് വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. കാരണം ഈജിപ്തുകാർക്ക് വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വസ്തുക്കൾ അവർ കാണുക ബലിയർപ്പിക്കുകയാണെങ്കിലും അവർ ഞങ്ങളെ കല്ലെറിയുകയില്ല. വസ്തുക്കളും ജനങ്ങളും എല്ലാം കൂടി നിന്നിട്ട് വേണം ബലിയർപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവർ തന്നെ കല്ലെറിയും എന്നാണ് അഹ്റോനും മോശയൊക്കെ പറയണത്. 27-ാം വാക്യം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തേക്ക് യാത്ര ചെയ്തു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. മോശയും അഹ്റോനും പറയുന്നു, 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. അത് ഇവൻ വെറുതെ പറയണതാ. ഇവനെ ആൾ പിന്നീട് നോക്കിയോട്ടെ മാറും. നമ്മളെല്ലായിടത്തും കണ്ടു വരുന്നുണ്ട്. ഇവൻ ഇതൊക്കെ കാണുമ്പോൾ ഈ ഈച്ചകളെ കണ്ടപ്പോഴത്തേനും അവൻ്റെ മനസ്സ് പതുക്കെ മാറാൻ തുടങ്ങി. അവനെന്താ പറയണേന്ന് നോക്കി, മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം, എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. കണ്ട, അതും അവൻ്റെ ഒരു കെണിയാണ്. ഫറവോ പറയണ വാക്കുകളെല്ലാം ഒരു കെണിയാണ്. അത് വിശ്വസിക്കാൻ
മോശയും അഹരോനും മുൻപോട്ട് എടുക്കുകയാണെങ്കിലും കർത്താവിനറിയാം. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കർത്താവ് മോശയുടെ വാക്ക് കേൾക്കും. ഇവൻ പറയണതും അങ്ങനെയാണല്ലോ. പറവ അടുത്ത വചനം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അതൊരു സോപ്പിടലാണ് അവൻ്റെ. പറവ പറയണം, എനിക്കും നിങ്ങൾ ബലിയർപ്പിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. അപ്പം ഞാൻ നിങ്ങൾ വിട്ടേക്കാം. നല്ല സ്വഭാവമായില്ലേ? അടുത്ത് നോക്കി കേട്ടോ. മോശ പറവയോട് പറഞ്ഞു, ഞാൻ ഉടനെ നിന്നെ വിട്ടു പോവുകയാണ്. പറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. മോശ പറയും. ഇതിനു മുമ്പും തവളകളെ ഇട്ടു, അതും മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് നീക്കം ചെയ്തു. പേൻ അയച്ചു. പേൻ മൃഗങ്ങളുടെ മേലും മനുഷ്യൻ്റെ മേലൊക്കെ പൊതിയാൻ തുടങ്ങി. അതും പറവ ഇതുപോലെ പറഞ്ഞപ്പോൾ മോശ പോയി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അത് ഒഴിവാക്കി. എന്തെല്ലാം തവളകളെ വിട്ടു, തവളകളെയും കർത്താവ് കൊന്നൊടുക്കി കൂട്ടമായിട്ട് ചീഞ്ഞു നാറിയപ്പോൾ അതും കർത്താവ് മാറ്റിക്കൊടുത്തു. ഇതും ഇപ്പോൾ എന്താ പറയുന്നത് നോക്കി, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. മോശ പറയുന്നു, അഹരോനും മോശയും. ഹല്ലേലൂയ. കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനപരമായി പെരുമാറരുത്. കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും നീ വഞ്ചനപരമായി പെരുമാറരുത്. എത്ര പ്രാവശ്യം എന്ന് പറയുമ്പോൾ വഞ്ചിച്ചാക്കണം. ഇതുപോലെ പറഞ്ഞിട്ട് വിട്ടുതരാം, നിങ്ങൾ ബലിയർപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന നിമിഷം വഞ്ചിച്ച് കളയും. അതാണ് ഇവിടെ പറയണത്. എനിക്ക് നീ എന്നെ വഞ്ചിക്കരുത്. അതുപോലെ പെരുമാറാനും പാടില്ല. 30-ാം വാക്യം, മോശ പറവയുടെ അടുക്കൽ നിന്നും പോയി. അത് പറഞ്ഞിട്ട് എന്നെ വഞ്ചിക്കരുത്, കളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മോശ പറവയുടെ മുമ്പിൽ നിന്നും പോകുകയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിനോട് പ്രാർത്ഥിച്ചു. 31-ാം വാക്യം, കർത്താവ് മോശയുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിച്ചു. മോശ എന്ത് പറഞ്ഞാലും കർത്താവ് അത് കേൾക്കും. കാരണം മോശനെ ദൈവമാക്കി അഹരോനെ ഒരു പ്രവാചകനമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മോശ എന്ത് തന്നെ പറഞ്ഞാലും കർത്താവ് അത് അനുസരിക്കും. പറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി. പറവ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ വിട്ടയക്കാം ജനത്തെ, എന്നാൽ ദൂരെ പോകണ്ട, അടുത്ത് തന്നെ എവിടെയെങ്കിലും ബലിയർപ്പിച്ചോ, പക്ഷെ ഈച്ചകളൊക്കെ ഒന്ന് മാറ്റിത്തരണം എന്ന് മോശയോട് പറഞ്ഞപ്പോൾ മോശ പോയി കർത്താവിനോട് അപേക്ഷിക്കുന്നു. അവനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിനെ അറിയാം അവൻ്റെ ഉള്ള അങ്ങനെ ഇരിക്കണമെന്ന്. പക്ഷെ മോശയുടെ വാക്ക് അവിടെ കേൾക്കുന്നു. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പല വ്യക്തികളോടും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നുണ്ടല്ലേ, അത് ചെയ്യാം ഇത് ചെയ്യാം. ചില പ്രവാചകന്മാർ പറയുമ്പോൾ അവർ നേരിട്ട് പോചിക്കുമെന്നെങ്കിലും. എന്താണെന്നോ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ, ജപമാലയുണ്ടോ, പള്ളിയിൽ പോകാറുണ്ടോ, കുമ്പസാരിക്കാറുണ്ടോ? ഇന്നാളൊരു സഹോദരൻ എൻ്റെ കുടുംബത്തിൽ വന്നു. അവന് രോഗവും ശരീരത്തൊക്കെ വേദനകളും ഭയങ്കര അസ്വസ്ഥത, കുടുംബത്തിൽ വഴക്കും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച്, നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? എന്തോ പെട്ടെന്ന് എനിക്ക് ഹൃദയത്തിലേക്ക് വന്നത്, നീ ചോദിക്കുക അവനോട്, നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഉടനെ ഞാൻ അവനോട് ചോദിച്ചു. ഉടനെ അവൻ പറയണ് 1 കൊല്ലമായിരുന്നു. ഞാൻ പറഞ്ഞു, 1 കൊല്ലമായിട്ട് നീ കുമ്പസാരിച്ചിട്ടില്ലേ? ഇല്ല. പള്ളിയിൽ പോകും, ഇടയ്ക്കൊക്കെ പോകും. കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കില്ല, കുമ്പസാരിക്കാണ്ട് എങ്ങനെ ഭക്ഷിക്കണം? അപ്പം നോക്കി, അവനെ വഴി നടത്തുന്ന ആരാണ് അവനെ വഴി നടത്തുന്നത്? കർത്താവാണോ? സാത്താനാണ്. എത്ര എണ്ണം ഉണ്ടാവും? അവനിപ്പോൾ രോഗമായി മാറി. രോഗം, ശരീരവേദനകൾ, അസ്വസ്ഥത, ഷുഗർ, പ്രഷർ,
ടെൻഷൻ, അതോടെ വഴക്ക്, കുടുംബകലഹം അവിടെ മൂത്ത് മൂത്ത് വരും. 15-ാം ദിവസം എത്തി കുമ്പസാരിച്ചിരിക്കണം. 15 ദിവസം ഇല്ലെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കുമ്പസാരിക്കണം. പാവം ഉണ്ടോ ഇല്ലയോ? കുമ്പസാര കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ തന്നെ സാത്താൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈച്ചകളെ അകറ്റി, ഒന്നുപോലും അവശേഷിച്ചില്ല. എന്നാൽ ഒന്നുപോലും അവശേഷിച്ചില്ല. എല്ലാത്തിനെയും കർത്താവ് മോശയുടെ വാക്ക് കേട്ട് അകത്തി നിർത്തി. അവശേഷിച്ചില്ല. 32-ാം വാക്യം. എന്നാൽ ഫറവോ ഈ പ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. കണ്ടോ, അവനെന്താ പറഞ്ഞത്? വിട്ടുതരാം, ഇതൊക്കെ ഒന്ന് അകത്തി തന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ അവൻ കാല് മാറി. അവനെന്താ പറയുന്നത്? ഈ പ്രാവശ്യവും അവൻ്റെ ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. അവൻ വഞ്ചിച്ചു കളഞ്ഞു മോശനെ. ഇതുപോലെ വഞ്ചിക്കുന്ന ചില മനുഷ്യർ ഇപ്പോഴും കൂട്ടായ്മയിലൊക്കെ ഉണ്ടല്ലേ, പള്ളിയിലൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് അതനുസരിക്കില്ല. അതൊരു ദുഷ്ടശക്തിയാണ്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അല്ലേ? തല പോയാലും വാക്ക് മാറരുത്. അതാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടത്. തരാമെന്ന് പറഞ്ഞ്, വരാമെന്ന് പറഞ്ഞ്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവസാന നിമിഷം ആട് കിടന്നോടത്ത് കൂടെ ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കാൽ മാറും. ആ പറവോടെ സ്വഭാവമുള്ളവർ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഇടവകയിലെ തന്നെ പല സ്ഥലങ്ങളിലുണ്ട്. മേടിച്ചിട്ട് കൊടുക്കാത്തവർ, നാളെ തരാം പിന്നെ തരാം മാറി നടക്കുന്നവർ, മുഖം തിരിഞ്ഞ് നടക്കുന്നവർ അല്ലേ നമ്മുടെ ഇടയിലുണ്ട്. അവരെന്നിട്ട് പള്ളിയിൽ വരുന്നു, കുർബാന കാണുന്നു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ ശരീരം ഭക്ഷിക്കുന്നു. എന്തൊരു വലിയ തെറ്റുകളാണ് ചെയ്യണത്. ഇതുപോലെ കഠിന ഹൃദയമാക്കി കർത്താവിനെതിരെ പാവം ചെയ്യണം. ആ വ്യക്തിക്കെതിരെയാണോ ആ പാവം ചെയ്യണത്? അല്ല, കർത്താവിനെതിരെയാണ് പാവം ചെയ്യുന്നത്. കാരണം അവനെല്ലാം കാണുന്നു, അറിയുന്നു. നമ്മൾ അവരിൽ നിന്നും ഒരിക്കലും മറിഞ്ഞിരിക്കാൻ സാധിക്കില്ല. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, കടുക് മണിയോളം പാവം ചെയ്തിട്ട് അത് കുഴപ്പമില്ല, സാരമില്ലെന്ന് പറഞ്ഞ് നടന്നാൽ അത് നമ്മളെ ഉപദ്രവിക്കും. പാവം പിശാചാണ്. പാപം പിശാചാണ്. എവിടെ അഴുക്കുണ്ടോ അവിടെ ഈച്ച കടന്നു വരും. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ഭവനത്തിൽ അടുക്കളയിൽ ഒരു എലി ചത്ത് കിടന്നതായിരിക്കും എവിടെയെങ്കിലും ഒരു മൂലയിൽ, കബോർഡിൻ്റെ അടിയിൽ എവിടെയെങ്കിലും. എത്ര സ്പ്രേ അടിച്ചാലും ആ മണം പോകില്ല. മണം പോണോ? എലിയെ നോക്കി എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട ദൂരെ കളയണം. എങ്കിൽ മാത്രമേ ആ മണം പോകുകയുള്ളൂ. ഇതുപോലെയാണ് ആരോടെങ്കിലും നമ്മൾ കടം വാങ്ങി കൊടുക്കാതെ തരാമെന്ന് പറഞ്ഞ് കളിപ്പിച്ചൊക്കെ നടക്കുമ്പോൾ അതൊരു മണമാണ്. മനുഷ്യനെ ദുഷിച്ച് നോക്കുന്ന, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒന്നാണ്. അത് കർത്താവിനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് മാറരുത് ഒരു കാരണവശാലും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ബാക്കി ഭാഗം നാളെയായിരിക്കും. യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമായ കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ, അവരുടെ പ്രാർത്ഥന കേൾക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും, ഈ വചനം കേൾക്കുന്ന കുടുംബത്തിൽ രോഗപീഠകളുണ്ടെങ്കിൽ അത് എടുത്തു കളയണമെന്നും, മോശ പ്രാർത്ഥിച്ചതുപോലെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന കേൾക്കണമെന്നും, പിതാവായ ദൈവമേ, പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പിതാവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, കൈവിടരുത്, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പിതാവായ ദൈവമേ, പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക്
അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ നോട്ടത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, നടപ്പിലൂടെ പാപം കഴുകിക്കളയണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് ഹൃദയത്തിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.